സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കുക. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. ശുശ്രൂഷയോട് പറയുകയാണ്, സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, സൗജന്യമായിട്ട് നീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? സ്നേഹമുള്ളവരെ, എപ്പോഴും നിങ്ങൾ റെഡി ആയിരിക്കുക എന്നുള്ളത് കൂടിയാണ്. കാരണം നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നീ തയ്യാറായിരിക്കുക. അത് എപ്പോഴും റെഡി ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നീ സൗജന്യമായി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം. അല്ലെങ്കിൽ നിനക്ക് ഡിമാൻഡാവും. നിനക്ക് ഡിമാൻഡില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം. ഞാൻ വന്നത് ചെയ്യണമെങ്കിൽ എനിക്കിത് തരണം എന്ന് പറയാതെ, ഞാൻ റെഡിയാണ്, എൻ്റെ മെസ്സേജ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ റെഡിയാണ്. അതിൻ്റെ സാഹചര്യം നിങ്ങൾ ഒരുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിച്ച് നമ്മളെ കൊണ്ടുപോകണമെന്നല്ല, മറിച്ച് നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഓൺലൈൻ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എനിക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ ഞാൻ ചെയ്യുകയാണ്. ഏതായാലും ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് കേൾക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് എനിക്കുള്ളിടത്തോളം കാലം എൻ്റെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ നമ്മുടെ ഭവനത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്താണ്. അതൊന്നും പ്രതീക്ഷിക്കാതെ, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, അവരെന്നോട് അങ്ങനെ പെരുമാറണമെന്ന് പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ കൊടുക്കുമ്പോൾ അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ദൈവം അതിനുള്ള കൃപാവരം നമുക്ക് നൽകും. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.